ആ ഗൈസ്, ഇങ്ങനെ നമ്മുടെ സെൻറ്റി കിക്കിൻ്റെ രണ്ടാമത്തെ ദിവസത്തേക്ക് കിടക്കുകയാണ്. ഇന്നലത്തെ കിക്കിന് ശേഷം കുറച്ച് തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. കിടന്നോടെ തന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ആരും പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. ഇത് നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രാക്ടീസ് ചെയ്താൽ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയി തന്നെ ഫോളോ അപ്പ് ചെയ്യുക. വല്ലതും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം, കാരണം ഇതിൻ്റെ ഈ ലിഗമെൻ്റ് ഇഞ്ചുറീസൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരെടുത്ത് വന്ന് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാം. ഓക്കെ, ചെറിയൊരു നാമൊക്കെ ചെയ്യും സെറ്റാക്കി വെക്കാം. സെവൻറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ചീറ്റ് 70 അല്ലെങ്കിൽ 540. ടെക്നിക്കൽ ഞങ്ങൾ ചീറ്റ് 70 എന്നാണ് പറയുന്നത്. മറ്റുള്ള മാർഷൽ ആർട്സുകളിൽ 540 എന്ന് പറയുന്നത്. നമ്മൾ ചീറ്റ് 70 എന്നാണ് പറയുന്നത്. 720 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചീറ്റ് 70 ചെയ്യാൻ. അപ്പോൾ ചീറ്റ് 720 എന്ന് പറയുന്നത് 720 ആയിട്ട് ചീറ്റ് 70 ഉണ്ട്. ചീറ്റ് 70 ട്രിക്കിങ്ങിലായിട്ട് ഞങ്ങൾ പറയുന്നത് ചീറ്റ് 70 എന്നാണ്. പക്ഷേ അത് മാർഷൽ ആർട്സിൽ പറയുമ്പോൾ അത് മറ്റുള്ളവർ പറയുന്നത് 540 കിക്കാണ്. നമ്മൾ ചീറ്റ് 70 തന്നെയാണ് പറയുന്നത്. ക്രിക്കേഴ്സ് പറയുന്നത് ചീറ്റ് 70. ഓക്കെ, അപ്പോൾ അതിൽ കുഴപ്പമില്ല, സെറ്റാണ്. നമുക്ക് 720 കിക്കില്ല. ഇങ്ങനെ ഒന്ന് കിക്ക് ചെയ്യണം, എങ്കിലേ അത് 720 കിക്കാകും. ഇങ്ങനെ പറഞ്ഞു. അയ്യോ, തലകറങ്ങി നാശമാണ്. അയ്യോ, റെസ്റ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അതൊക്കെ ഭയങ്കര തന്നെ. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ കിക്കിൻ്റെ കുഴപ്പം.
കുറേ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തലകറക്കം, കുക്കിങ്, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിനൊക്കെ ഓവർകം ചെയ്ത് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം ഇതാരും ചെയ്ത് സീനാകേണ്ട പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസ്